ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ലക്ഷദ്വീപ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ തനി നാടൻ രുചിയിൽ ഒരു മത്തൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറുവക തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ്, കറിയിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇത് നല്ല എരിവുള്ളൊരു പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്ത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ബാക്കി ചേരുവകളൊക്കെ ഞാൻ ഇതിലിട്ട് കൊടുക്കണേ. ഈ കറിക്ക് ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേക ഡിമാൻഡ് തന്നെയാണ്. കാരണം കുട്ടികൾ സ്കൂള് വിട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വരുമ്പോൾ ചോദിക്കും, ഉമ്മ ഇന്നെന്താ കഴിക്കാൻ ചോറ്. അപ്പോൾ കാരണം ഞങ്ങളുടെ ലക്ഷദ്വീപിലാണെങ്കിൽ നമ്മൾ ട്രഡീഷണലായിട്ടും തേങ്ങാച്ചോറാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കൽ. പിന്നെ കറിയും ചോറുമാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ മുഖമൊക്കെ ഒന്ന് വാടും, കാരണം കറിയും ചോറ് അധികം ഇഷ്ടമല്ല. പക്ഷേ എന്ത് കറിയാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഉമ്മച്ചുമ്മാൻ്റെ കറി എന്ന് പറയും. കാരണം അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഈ കറി എന്നുണ്ടാക്കുമ്പോഴും എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നില്ല. കാരണം ഇത് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഉമ്മാനെ അവർ വിളിക്കുന്നത് ഉമ്മച്ചുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഉമ്മച്ചുമ്മാൻ്റെ കറിയാണോ എന്നാണ് ചോദിക്കില്ല, മത്തൻ കറിയാണോ എന്നല്ല ചോദിക്കുക. അപ്പോൾ ഉമ്മച്ചുമ്മാൻ്റെ കറിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്, മീൻ പോലും അതിൻ്റെ കൂടെ വേണ്ട, ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. എൻ്റെ ഉമ്മ മരിച്ചിട്ടിപ്പോൾ 3 വർഷമായി. പക്ഷേ ഈ കറിയിലൂടെ ഉമ്മ എപ്പോഴും ജീവിച്ചിരിക്കും കേട്ടോ ഞങ്ങളുടെ മനസ്സിൽ. കാരണം ഉമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറികളും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഉപ്പ പോലീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മ ഞങ്ങൾ എവിടെയെങ്കിലും വേറെ ദ്വീപിലൊക്കെ ആയിരിക്കുമ്പോൾ കേരളക്കാരായിരിക്കും ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്നത്. ഒരുപാട് കേരളക്കാരുണ്ടാവും. അപ്പോൾ ഉമ്മ അവരോടൊക്കെ ചോദിച്ച് അറിഞ്ഞ് പല കറികളും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പല ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പക്ഷേ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നലില്ലല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായപ്പോഴാണ് എനിക്ക് ഈ കറി പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ആ കറി പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ മീൻസ് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഉമ്മ ഒരുപാട് മസാലക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഞാൻ നോക്കാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഉമ്മ മരിക്കാൻ ഒരു 2.5 മാസം മുമ്പ് കുറേ മസാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വറുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ എന്തിനാ ഇത്ര അധികം വറുക്കുന്നത്? അപ്പോൾ ഉമ്മ എപ്പോഴും ഒരു അസുഖക്കാരിയായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇനി എനിക്ക് വയ്യാണ്ടാകുമ്പോൾ നിനക്ക് ആ മസാല എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പോൾ എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഞാനപ്പോഴും നോക്കാനും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാനെന്തോ കേക്കിൻ്റെ ഒരു പണിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ അത് ഞാൻ 1 വർഷം വരെ ഞാനത് ഉപയോഗിച്ചു. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് എല്ലാവരോടും ചോദിച്ചാൽ പറഞ്ഞത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ അളവുണ്ടാവുമല്ലോ. ആ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അന്ന് നോക്കിയാൽ മതിയായിരുന്നു, 1000 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ വാപ്പക്ക് പൊതുവേ എരിവ് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പാകത്തിലാണ് ഉമ്മ എപ്പോഴും മസാലകളോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പാകത്തിലാണ്. അതാണ് നമ്മുടെയും പാകം അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്കും അങ്ങനെ, എനിക്ക് കുറച്ചൊക്കെ എരിവ് ഇഷ്ടമാണ്, പക്ഷേ കുട്ടികൾക്കൊന്നും എരിവ് അധികം ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എരിവ് കുറച്ചിട്ടാണ് കൂടുതലും ഫുഡൊക്കെ ഉണ്ടാക്കൽ. ഉമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് തീരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തിട്ട് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിറം വരെ, ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തത് നമുക്കിനി അരച്ചിട്ടാണ് കറിയിൽ ചേർക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് തണുക്കാനായി ഒരു പാത്രത്തിലങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരക്കുന്നതിന് മുമ്പ് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കായം എന്ന് പറയും, പക്ഷേ നിങ്ങളുടെ ഇവിടുത്തെ കായമല്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അരക്കാൻ വേണ്ടിയിട്ട്. ഈ വറുത്ത തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി കൂട്ടുകളൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തനും പിന്നെ ഒരു സവാളയും
ഒരു തക്കാളിയുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ദ്വീപുകാരാണെങ്കിൽ 2-3 പീസ് മാസ് എന്ന് പറയുന്നത് നമ്മുടെ ചൂര ഉണക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇൻഷാല്ലാ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒരു വീഡിയോയിൽ. അപ്പോൾ അതും കൂടി ഇട്ടാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്, ഒരു മീനിൻ്റെ ഫ്ലേവർ കൂടി കിട്ടും, ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, മത്തൻ വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ വിസിൽ മതിയാവും. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചു അടുക്കളയാണ്, നമുക്കധികം സൗകര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മത്തൻ കറിക്കുള്ള കൂട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ പാകം എങ്ങനെയാണെന്നറിയോ? നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് കിച്ചണിലെ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വിശന്നിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ശരിക്കും അങ്ങനെ ഇതാക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മിനിക്കോയ് ദ്വീപിൽ മിനിക്കോയ് ഫെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ രാത്രിയിൽ ഉണ്ടായിരുന്നു, കുറച്ച് ലോക്കൽ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. പോയിട്ട് വരുമ്പോൾ കൊച്ച് ഉറങ്ങിപ്പോയിരുന്നു, ചെറിയ കൊച്ച്. അപ്പോൾ അവൾ എണീറ്റപ്പോൾ നമ്മൾ കിടക്കാനും ലേറ്റായി, 3:30 കുട്ടി ഉറങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ ഞാൻ എണീക്കാൻ ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിൽ ലേശം കടുകിട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉമ്മച്ചുമ്മാൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മച്ചുമ്മാൻ്റെ ഫേവറേറ്റ് കറിയായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതും കൂട്ടി നമുക്കൊന്ന് ഇനി ചോറുണ്ട് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നു. കുട്ടികൾ വേഗം തന്നെ വന്നിരുന്നു ഉമ്മച്ചുമ്മാൻ്റെ കറി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഒരു എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഭയങ്കര മാച്ചായിട്ട് വരുന്ന സംഭവമാണ് പപ്പടം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഓംലേറ്റ് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതും, പിന്നെ നമ്മുടെ എന്താ പറയുക, തൈര് സാലഡും, അപ്പോൾ മുട്ടയും കൂടിയൊക്കെ ഒന്ന് കഴിച്ചേക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.